ആനമുന്തിരി. നമുക്കിതൊരെണ്ണം പറിച്ച് കഴിച്ചാലോ? എനിക്ക് ഒരെണ്ണം അമ്മ തന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിന്ന് അത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ മരം കൂടെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. ഇത് പച്ചയാണ്, പച്ച. വേറെ നിപ്പുണ്ട്, മേളിലൊക്കെ നിപ്പുണ്ട്. കുറേ കാക്ക തിന്ന് 2-3 നമുക്ക് കിട്ടി. കഴിക്കാൻ പോവാം. ഹലോ 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 ഹലോ. നല്ല വലുതായിട്ടുണ്ട്, നല്ല ചുവന്ന കളറിലാണ് ഇരിക്കുന്നത്. എടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം, ഇതിൽ വെച്ച് കഴിക്കാം. സ്പൂണ് എനിക്ക് ഇങ്ങനെ എടുത്ത് തിന്നാം, കൈ കൊണ്ട് കഴിക്കുമ്പോൾ ശരിയാവത്തില്ല. അപ്പോൾ കട്ട് ചെയ്താലോ? കട്ട് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കത്തി അങ്ങനെ ഒന്നും വേണ്ട, പിച്ചാത്തി ഒന്നും വേണ്ട. ഇതാണ് ഞാൻ കാണിച്ചു തന്നല്ലോ, ഇതാണ് ആ സാധനം. ഇത്രയും നല്ല വലുതാവും. നമുക്ക് കുറേ കിട്ടുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പം അങ്ങനെ കാക്ക നിറയെ ഉള്ളത് കൊണ്ട് കിട്ടത്തില്ല. കുഴപ്പമില്ല, കാക്കയും തിന്നട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല. അവരിങ്ങനെ ഇപ്പം നല്ല ചൂടാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ ചൂടത്ത് അവർക്കൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് അവരിതെങ്കിലും കഴിക്കട്ടെ. കിട്ടിയത് എടുത്തിട്ടുണ്ട്. എനിക്ക് അമ്മ തന്ന്, ഒരെണ്ണം അമ്മമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ കഴിക്കാം. ഇതെല്ലാം കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ചായിട്ട് കഴിക്കും. അമ്മയ്ക്ക് കൊടുക്കാം, അമ്മ വന്നിട്ട്. പക്ഷേ അമ്മയ്ക്ക് രാവിലെ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഓക്കേ, തുടങ്ങാം. ഇതെനിക്കിങ്ങനെ പൊട്ടിക്കാൻ തോന്നല്ല ഗൈസ്, ഇങ്ങനെ എന്നെ വച്ചിരിക്കാൻ തോന്നുന്നു, ഭംഗി ആസ്വദിക്കാൻ. ഓക്കെ, ഇത് വേറൊന്നുമില്ല. ഇങ്ങനെ സാധാരണ അമ്മ പൊട്ടിച്ച് തരാറ് ഇങ്ങനെ ഞെട്ടി പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ കീറി വരും. അറുത്തെടുക്കേണ്ട ഇതൊന്നുമില്ല ഇതിൽ. ഇങ്ങോട്ട് നോക്ക് ഗൈസ്, ഫ്രഷ് ഐറ്റമാണ്. ഫ്രഷ് പുഴുവില്ല. പിന്നെ വളം, സത്യം പറഞ്ഞാൽ ഇതിൽ വളം ഇട്ടിട്ടില്ല. നമ്മൾ വളമൊന്നും ഇടാറില്ല. കോഴികളുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ കിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ വളം. പിന്നെന്താ, കെമിക്കൽ കാര്യങ്ങളൊന്നുമില്ല. നല്ല സൂപ്പർ. നിങ്ങൾ ഇതിപ്പോൾ ഏതെങ്കിലും അമ്മമാരോ അച്ഛന്മാരോ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് വാങ്ങിച്ചു കൊടുക്കുക. അടിപൊളി സാധനമാണ്. ചെറിയ മധുരമേ ഉള്ളൂ, ഓവറായിട്ട് മധുരമില്ല. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ്ഫുള്ളാണ്. ഇതിൻ്റെ ഇത് കണ്ടോ, നല്ല നീറ്റാണ് ഇതിൻ്റെ പുറം ഭാഗം കാണാനും. ഇതൊക്കെ അതിൻ്റെ തോടിൻ്റെ ഭാഗമാണ്, അതിൽ വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് നല്ല ടേസ്റ്റാണ്. നമുക്ക് കഴിച്ചു നോക്കാം. എൻ്റെ ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കഴിക്കുന്നത് ഇങ്ങനെയാണ്. ചിലർ കഴിക്കും. ഞാൻ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ എടുത്താണ് കഴിക്കാറ്. ഇതിൽ കുരു ഉണ്ട്, നമുക്ക് കുരു തുപ്പണം. ഇതാണ് ഇതിൻ്റെ കുരു നമ്മൾ കളയണം, ബാക്കി ഫ്ലഷ് എല്ലാം കഴിക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളും ഇത് കഴിച്ചൊക്കെ നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അധികം മധുരമൊന്നുമില്ല. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഓക്കെ, നല്ലത് തന്നെയാണ്. വീട്ടു വളപ്പിലുള്ളത് ഏറ്റവും നല്ലത് തന്നെയാണ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇത് കിട്ടുന്നെങ്കിൽ വാങ്ങി നടുക, വളർത്തുക, ഫലം കഴിക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്കിനി ഇത്രയും കഴിക്കാം. പോയി കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴേ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇനി ഇത്രയും കഴിക്കണം. ഇത്രയും കഴിച്ചിട്ട് ബാക്കി ഞാൻ ഇനി പടച്ച് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. ബാക്കി പിന്നെ കഴിക്കാം. ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. അല്ലെങ്കിൽ തീർത്തിട്ടുണ്ട്, കണ്ടോ. ഇതിൽ വേസ്റ്റായിട്ട് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ നേർത്ത തോട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാം. എൻ്റെ വയറിപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സമയം ഉച്ചയായി, 1:30 ഇനി എന്തായാലും ചോറൊന്നും വേണ്ട. വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിന് കഴിക്കാൻ ഇപ്പം പറ്റൂല. അതിന് എന്തായാലും മൂടി വയ്ക്കാൻ പോണ്. ശരി എന്നാൽ, അപ്പോൾ നിങ്ങളെല്ലാവരും കഴിക്കുക കേട്ടോ.